വിളക്കുകൊളുത്തലൊക്കെ പണ്ടേ നമ്മൾ നിർത്തി. ആവശ്യമില്ലാതെ എണ്ണ ചിലവാക്കുന്നത് വിവരദോഷികളല്ലേ ഈ ആവശ്യമില്ലാതെ എണ്ണ ചിലവാക്കുന്നത്. എന്നാലും അത് കത്തിക്കുകയില്ല. അതുകൊണ്ട് അതിഥി വരുമ്പോൾ ദോശയെങ്കിലും ചുട്ടു കൊടുക്കുക. അങ്ങനെയെങ്കിലും ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ശല്യം വരികയില്ല. ഇവിടെ നമ്മൾ വളരെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശരിയല്ല. മറ്റത് സന്ധ്യകളുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ പ്രാർത്ഥിച്ചിരുന്ന ദൗ അന്തരീക്ഷം പൃഥ്വി ആപ ഔഷധി വനസ്പതി വിശ്വേ ദേവാഹ ബ്രഹ്മ സർവ ശാന്തി എന്നിങ്ങനെ 10 വിധ ശാന്തികൾ. 10 ഉണ്ട് അവിടെ. എഴുതണോ? എഴുതിക്കോളൂ. ദൗ ശാന്തി, ശാന്തിഹി എന്നാണ്. പക്ഷേ ആ ഹി അവിടെ ഉച്ചരിക്കുക രാന്ന് എഴുതിയാൽ മതി. ശാന്തിഹി അന്തരീക്ഷം, ശാന്തിരന്തരീക്ഷം. അപ്പം രാന്ന് അവിടെ വന്നാൽ മതി. ദൗ ശാന്തിരന്തരീക്ഷകം, ശാന്തി ഗം വേണ്ട, മുകളിൽ ചന്ദ്രക്കല ഇട്ടാൽ മതി. അന്തരീക്ഷം ശാന്തി. അവിടെ ശാന്തിഹി എന്ന് തന്നെ വേണം. ശാന്തിഹി. പൃഥിവീ ശാന്തിരാപ ശാന്തി, പൃഥിവീ ശാന്തിരാപ ശാന്തി. രോഷധയ ശാന്തി, ഔഷധയ എന്നുള്ളത് ശാന്തിഹി യോഷധയ, അത് വരുമ്പോൾ രോഷധയ ര അവിടെ വരും. ശാന്തിരോഷധയ ശാന്തി. വനസ്പതയ ശാന്തിർ, വനസ്പതയ ശാന്തിർ. വിശ്വേ ദേവാഹ ശാന്തിർ, വിശ്വേ ദേവാഹ ശാന്തിർ. ബ്രഹ്മാ ശാന്തി, ബ്രഹ്മാ ശാന്തി. സർവം ശാന്തി. ശാന്തിരേവ ശാന്തി. സമാ ശാന്തിരേധി. 11 11 മണിയായി. പിന്നെ ഇൻട്രോയിൽ കഴിഞ്ഞ് തുടങ്ങും. നമ്മൾ ശാന്തി എന്ന വിഷയത്തെ അധികരിച്ച് അശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ വഴുതി വീഴുന്നു എന്ന് നാം കണ്ടു. അഭ്യാസം കൊണ്ടെങ്ങനെ ശാന്തി കൈവരിക്കാം എന്ന് ചിന്തിച്ച പൂർവന്മാരുടെ ചിന്താസരണിയെ കാണുന്നതിന് ശാന്തിപാഠം എന്നൊന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തു ചെയ്യുമ്പോഴും ആ ശാന്തിയെ ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ള പ്രാചീനൻ്റെ ചിന്താസരണിയും പറയുകയുണ്ടായി. സന്ധ്യകളിലെല്ലാം അവർ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിലെ 10 അംഗങ്ങളും തികഞ്ഞ ഒരു ശാന്തി മന്ത്രം ചൊല്ലുകയും ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ദൗ ശാന്തിരന്തരീക്ഷകം ശാന്തി പൃഥിവീ ശാന്തി. ചൊല്ലുന്നെങ്കിൽ ചൊല്ലാം. ദൗ ശാന്തിരന്തരീക്ഷകം ശാന്തി പൃഥിവീ ശാന്തിരാപ ശാന്തി. ഓഷധയ ശാന്തി. വനസ്പതയ ശാന്തിർ. വിശ്വേ ദേവാഃ ശാന്തിർ. വനസ്പതയ ശാന്തിർ. വിശ്വേ ദേവാഃ ശാന്തിർ. ബ്രഹ്മാ ശാന്തി. സർവം ശാന്തി. ശാന്തിരേവ ശാന്തി. സമാ ശാന്തിരേധി.
ദൗ അന്തരീക്ഷം പൃഥിവി ആപ ഔഷധി വനസ്പതി വിശ്വേ ദേവ ബ്രഹ്മ സർവ ശാന്തി. ഇങ്ങനെ ശാന്തി ഉൾപ്പെടെ 10 എണ്ണത്തിൻ്റെ ശാന്തി. ദേവതകൾ കോപിക്കുമ്പോഴാണ് അശാന്തി ഉണ്ടാകുന്നത്. ദേവതകൾ അംഗങ്ങളിലെല്ലാം ഇരിപ്പുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ദേവതകളുണ്ട്. ആ ദേവതകളിലിരിക്കുന്ന ബോധം പ്രചലിതമാകുമ്പോഴാണ് അശാന്തി കൈവരുന്നത്. തൻ്റെ ഇന്ദ്രിയ അധിഷ്ഠാതൃ ദേവതകളെ, കണ്ണിൻ്റെ ദേവത അത് ഭദ്രമായിരിക്കുക, ചെവിയുടെ ദേവത അത് ഭദ്രമായിരിക്കുക, ആ ദേവതയാണ് ഭദ്രമായി എല്ലാം സൃഷ്ടിക്കുന്നത്. ലോകം എങ്ങനെ ഇരുന്നാലും ആ ദേവത ശാന്തമായിരുന്നാൽ ആ സംഭവങ്ങൾ കൂടി ശാന്തമാകും എന്നാണ് അവരുടെ പഠനം. അല്ലാതെ ലോകം നേരെയായിരിക്കുന്നത് കൊണ്ട് ഈ ദേവതകൾ നേരെയാകുമെന്നല്ല. ഈ ദേവതകളുടെ അല്പം പോലും സംഭ്രമമില്ലാത്ത ശാന്തിതമായ തലം കൊണ്ട് വിശേഷവിധിയായി വിഷയങ്ങളിലിരിക്കുന്ന എല്ലാ ദേവതകളും ശാന്തമാകുന്നു എന്നവർ കരുതുന്നു. അപ്പോൾ വിഷയശാന്തി ഈ ദേവതകൾ എങ്ങനെ ദ്യോവിനെ കാണുന്നുവോ ആ ദ്യോവ് ശാന്തമായിരിക്കണമെന്ന് അതിനോട് പാരസ്പര്യം പുലർത്തുന്ന തൻ്റെ ദേവതയെ ബോധ്യപ്പെടുത്തിയാൽ ബാഹ്യമായത് ശാന്തമാവും. ഇങ്ങനെയാണ് അവർ സങ്കല്പിച്ചത്. അതുകൊണ്ടിത് 100% ചിന്ത ആത്മനിഷ്ഠമാണ്, സബ്ജക്റ്റീവ്. അതാണ് നമ്മൾ ഓബ്ജക്റ്റീവായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ വൈകല്യമുണ്ട് എന്ന് തുടക്കത്തിലെ സമ്മതിക്കട്ടെ. ഇത് പഠിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവൻ ഇങ്ങനെ ചിന്തിച്ചോണം എന്ന് പഠിക്കും. അതാണ് ഓബ്ജക്റ്റീവ് പഠനം. അവിടെയാണ് ഇത് പഠിപ്പിക്കുന്നവർ വീണു പോകുന്നത്. പഠിപ്പിക്കുന്ന ആളുകൾ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവർക്കിത് കിട്ടില്ല പലപ്പോഴും. കാരണം അത് ഓബ്ജക്റ്റീവാണ് പഠിപ്പിക്കൽ. ഇതൊക്കെ പഠിച്ചവരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുക എന്നൊരു ചോദ്യം അശാന്തിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പഠിപ്പിക്കൽ ഓബ്ജക്റ്റീവാണ്. ഇത് പഠിക്കാനല്ലാതെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. മനസ്സിലായില്ല? സ്വാധ്യായ പ്രവചനങ്ങളെന്ന 2 തലങ്ങളുണ്ട്, 2 യജ്ഞങ്ങളാണ്. അതുപോലും പൂർണ്ണമാകണമെങ്കിൽ, യജ്ഞരൂപമാകണമെങ്കിൽ ശാന്തി അനിവാര്യമാണ്. അത് ശാന്തിയെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ദ്യോവ് ശാന്തിയാകണം. രുദ്രൻ, അതായത് ദ്യോവിൻ്റെ അധിപതിയായ ദേവത, അന്തരീക്ഷത്തിൻ്റെ അധിപതിയായ ദേവത, ദിവസത്തിൻ്റെ അധിപതിയായ ദേവത, അതിനൊക്കെ ദേവതയുണ്ട്. ആ ദേവത കോപിച്ചാൽ, അവയുടെ എല്ലാം അധിപതിയായ രുദ്രൻ കോപിച്ചാൽ, ദ്യോവും അന്നവും വർഷവും ദിവസവും അന്തരീക്ഷവും പൃഥ്വിയും എല്ലാം അശാന്തി കൊണ്ട് വീർപ്പുമുട്ടും. അതുകൊണ്ട് ശാന്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവയെ തേടണം. ദിവസത്തിലുണ്ടാകുന്ന വർഷാത്മകമായ ജലവും പൃഥ്വിയിലുണ്ടാകുന്ന അന്നാത്മകമായ ഔഷധിയും വനസ്പതിയും എല്ലാം അശാന്തമാവും.
അശാന്തമായ മനസ്സോടുകൂടി അവ പറിക്കുക പോലും ചെയ്തെന്ന് പറയും. പഴയ ആളുകൾ വിത്ത് കിട്ടുമ്പോൾ പഴയ പരിചയമുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം, അത് ഏറ്റവും പവിത്രമായ ഒരു സങ്കല്പമാണെന്ന് വിചാരിച്ചാണ് കെട്ടിയിരുന്നത്. വിത്ത് കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അറിയുമില്ല, കണ്ടിട്ടില്ല. നെൽവിത്ത് മുളപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, അതിന് വിത്ത് കെട്ടുക എന്നാ പറയുക. കേട്ടിട്ടില്ല. അത് കെട്ടിവെക്കുമ്പോൾ ആ മുറിയിൽ അതിൻ്റെ പരിശുദ്ധി മുഴുവൻ കാക്കും. അങ്ങനെ ദേവതകളെ സ്വാധീനിച്ച് ജീവിച്ച ഒരു പാരമ്പര്യത്തിൽ ദാരിദ്ര്യമോ സംഘർഷമോ യുദ്ധമോ യോദ്ധാക്കളോ വേണ്ടി വന്നിരുന്നില്ല. വിയോജിപ്പുണ്ടാവും എന്നോട്. നിങ്ങൾ വായിച്ചിട്ടുള്ള ആധുനിക കാലത്തെ ചരിത്രകാരന്മാരെഴുതിയ ഒരു സാഹിത്യവും ഒരു കലയും ഒരു ചരിത്രവും ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് എന്നോട് നിങ്ങൾ വിയോജിച്ചു. ആയിരത്തി 500 ശേഷം ഭാരതത്തിൻ്റെ ചരിത്രമെഴുതിയിട്ടുള്ള ഭാരതീയരും അഭാരതീയരുമായ ചരിത്ര പണ്ഡിതന്മാർ, സാഹിത്യരചനയിൽ ചരിത്രം ചേർത്ത് നടത്തിയിട്ടുള്ള സാഹിത്യകാരന്മാർ, ഇവരുടെയൊക്കെ പുസ്തകങ്ങളിലൂടെയാണ് ഭാരതത്തെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഭാരതത്തെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതിലൂടെയാണ് നിങ്ങൾ അധ്യാപകർ ഈ രാജ്യത്തെക്കുറിച്ച് വരും തലമുറകൾക്ക് അറിവ് പകർന്നു കൊടുത്തത്. അത് വെച്ച് ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് നിങ്ങൾക്ക് തോന്നുക സ്വാഭാവികമാണ്. ശരിയല്ല ഞാൻ പറഞ്ഞത്. വിയോജിപ്പില്ല. ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ബ്രിട്ടൻ പാർലമെൻറ്റിലുള്ള മക്കാളയുടെ പ്രസംഗം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ലോർഡ് മക്കാളയുടെ. നിങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ലോർഡ് മക്കാളയാണ്. അത് നിങ്ങൾ വിയോജിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദേവതകളെ അനുനയിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ നാട്ടുരാജ്യങ്ങൾ പോലും ബ്രിട്ടൻ്റെ ആഗമനത്തിന് മുമ്പ് സൈന്യശേഖരണം നടത്തുന്നതിനോ സന്നാഹത്തിനോ അതിൻ്റെ ഖജനാവിൽ നിന്നൊരു പണം പോലും ചെലവഴിച്ചിരുന്നില്ല എന്ന ചരിത്ര വസ്തുത ബാക്കിയായിരിക്കെ ഒരു നാട്ടുരാജ്യത്തെ മറ്റൊരു നാട്ടുരാജ്യം അധീശപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ പരസ്യമായൊരു വേദിയിൽ വന്ന് ആ രാജ്യത്തെ പണ്ഡിതനായൊരുവൻ വെല്ലുവിളിക്കുമ്പോൾ ഈ രാജ്യത്തിലെ പണ്ഡിതനായൊരുവൻ രാജാവിന് വേണ്ടി വെല്ലുവിളി സ്വീകരിച്ച് ദേവതാ ഉപാസനയ്ക്ക് ശേഷം ഏറ്റുമുട്ടുകയും പരാജയപ്പെട്ടാൽ രാജ്യം മറ്റേ രാജ്യത്തിൻ്റെ അധീനതയിലാകുകയും ചെയ്യുന്ന ഒരു യുദ്ധതന്ത്രത്തിലൂടെ ആയിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാനിടയില്ല.
എന്നാൽ ഇങ്ങനെ ചിലത് കേട്ടതായി ഓർമ്മയും കാണും. മനസ്സിലായില്ല. ഇങ്ങനെ ചിലത് കേട്ടിട്ടുള്ളതായി ഓർമ്മയും കാണും, തമാശ പോലെ. മനസ്സിലായില്ല. അഗണ്യ കോടിയിൽ വിജയനഗര ഡൈനാസ്റ്റിയുടെയും കാക്കത്തീയ ഡൈനാസ്റ്റിയുടെയും ഹോസ്യാല ഡൈനാസ്റ്റിയുടെയും ഒക്കെ കാലങ്ങളിൽ പണ്ഡിത കേസരികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ചില കഥകളെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേരളത്തിലേക്ക് തന്നെ രേരേ പലായുദ്ധം പലായുദ്ധം ദുഷ്കവി കുഞ്ഞര എന്ന് പറഞ്ഞ് പുനന്നമ്പൂതിരിയും മറ്റും പുനന്നമ്പൂതിരിയും മറ്റും വന്നതായും കേട്ടിട്ടുണ്ടാവും. ശരിയല്ല, കേട്ടിട്ടില്ല. വിജയനഗര ഡൈനാസ്റ്റിയുടെ കാലത്ത് പണ്ഡിതനായ ഒരുവൻ വന്നപ്പോൾ രാജ്യം അന്യാധീനപ്പെടുമെന്ന് ഉറപ്പായി. കാരണം അവനോട് ഏറ്റുമുട്ടാൻ ലോകത്തിലാരുമില്ല. അപ്പോൾ നർമ്മസജീവനായ തെന്നാലി രാമൻ വെല്ലുവിളി ഏറ്റെടുത്തുവെന്നും നാളെ രാവിലെ താനൊരു പുതിയ പുസ്തകത്തെക്കുറിച്ചാണ് പണ്ഡിതരോട് സംസാരിക്കുക എന്ന് പറഞ്ഞതായും ഒരു കഥയും കേട്ടിട്ടുണ്ടാവും. ഇല്ല. തിലകാഷ്ട്ര മഹിഷബന്ധനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അടുത്ത പ്രഭാതത്തിൽ മത്സര സമയമായപ്പോൾ വേദിയിൽ തെന്നാലി രാമൻ മാത്രമേ ഉള്ളൂ. മറ്റേയാൾ പറന്നു സ്വന്തം രാജ്യത്തേക്ക് പോയി. പുസ്തകത്തിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വെച്ച് വെല്ലുവിളിക്ക് തയ്യാറായിരുന്ന തെന്നാലി രാമൻ പണ്ഡിതർ തോറ്റോടിയെന്നറിഞ്ഞ് സന്തുഷ്ടനായി വിജയ ആഹ്ലാദമൊക്കെ മുഴക്കി രാജാവിൻ്റെ മുറിയിലെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയാ രാമ ഇത് പറ്റിച്ചത്? അത് കുഴപ്പമൊന്നുമില്ല, പുതിയ പുസ്തകമാണ്, എള്ളിഞ്ചുള്ളി എരുമത്തോലിൽ പൊതിഞ്ഞതാണ് പുസ്തകം. തിലകാഷ്ട്രം, തിലമെള്ള്, തിലകാഷ്ട്രം, എള്ളിഞ്ചുള്ളി, മഹിഷബന്ധനം, പോത്തിൻ തോല് കൊണ്ട് പൊതിഞ്ഞത് എന്നർത്ഥവും പറഞ്ഞു കൊടുത്തു എന്നൊരു കഥയെങ്കിലും കേട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ല. അങ്ങനൊരു കഥയുണ്ടാകണമെങ്കിൽ അതിന് കാരണമായ പാണ്ഡിത്യവാദമുഖരിതമായ ഒരു രാഷ്ട്രമുണ്ടായിരുന്നിരിക്കണം. മനസ്സിലായില്ല. ജീവനെ ഹനിക്കാതെയും ഹിംസയുടെ തേർവാഴ്ച നടത്താതെയും അറിവിൻ്റെ തലങ്ങളിൽ രാജ്യങ്ങളെ കീഴടക്കിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് സ്പഷ്ടമാണ്. മാത്രവുമല്ല, ഇത്ര വിശാലമായ ഒരു രാജ്യത്തെ വൈദേശിക ശക്തിക്ക് വെറുതെ അങ്ങ് വന്നൊരു കച്ചവടം കൊണ്ട് കൈക്കലാക്കാനൊന്നും പറ്റുന്നതല്ല. മനസ്സിലായില്ല. അങ്ങനെ പറ്റണമെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ ഒരെണ്ണം പറഞ്ഞതുകൊണ്ട് മതിയാകുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. മാത്രമല്ല, അന്ന് കാര്യമായ യുദ്ധസന്നാഹങ്ങളൊന്നും നടത്തുന്ന ഒരു രാഷ്ട്രമായിരുന്നില്ല അറിവിൻ്റെ ഭാരതമെന്ന് ലോകം അംഗീകരിച്ച ഭാരതം. അതുകൊണ്ട് മാത്രമാണ് ധൂർത്തന്മാരും ബുദ്ധിഹീനന്മാരും മര്യാദ കെട്ടവരും മനുഷ്യസ്നേഹമെന്തെന്നറിയാത്തവരും കാടന്മാരുമായ ബ്രിട്ടന് ഇന്ത്യയെ കീഴടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പദം ഞാൻ വളരെ ആലോചിച്ചാണ് പറഞ്ഞത്. അതിൽ ഭാരതം തലതാഴ്ത്തേണ്ട ആവശ്യവുമുണ്ടെന്ന് തോന്നുന്നുമില്ല. ചരിത്രപരമായി. പക്ഷെ നിങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവരോടൊപ്പം പലതും എഴുതി പിടിപ്പിക്കുവാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾക്കും സാഹിത്യകാരന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുത. അവരെഴുതി നിങ്ങളെ കളിപ്പിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് മക്കാളയുടെ
ബ്രിട്ടീഷ് പാർലമെന്റിലുള്ള പ്രസംഗം തന്നെയാണ്. ഞാൻ ആ സേതു ഹിമാചലം ഇന്ത്യയിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. ദാരിദ്ര്യം ഒരിടത്തും ഞാൻ കണ്ടില്ല. അറിവില്ലായ്മ ഞാൻ എങ്ങും കണ്ടില്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ഥലത്തും എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനൊരു രാജ്യത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തനതായ വിദ്യാഭ്യാസ സംസ്കൃതി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ അറിവിൻ്റെ ലോകം തച്ചുടയ്ക്കാതെ ബ്രിട്ടൻ എന്തെങ്കിലും തുടർന്ന് ചെയ്യുവാൻ ഭാരതത്തിൽ പറ്റുമെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മുടെ ഭാഷയോടും നാം കൊടുക്കുന്ന അറിവിനോടും മതിപ്പുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചല്ലാതെ ഭാരതം തകർക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി പാർലമെന്റിൽ ഈ മാന്യൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ പോലെ നിങ്ങളുടെ കൈകളിൽ കിട്ടും. കാരണം ബ്രിട്ടൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തമ്മാടികൾക്കൊരു പ്രത്യേകതയുണ്ട്. കാലാന്തരത്തിൽ അവരുടെ തമ്മാടിത്തരം അവർ മൂടി വയ്ക്കുകയില്ല. മനസ്സിലായില്ല? നല്ലവർ വല്ല വൃത്തികേടും വന്നാൽ അത് പുറത്തു പറയാൻ മടിക്കും. ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പദങ്ങളെല്ലാം ഉപയോഗിച്ചത്. അത് തങ്ങളുടെ സൗഭാഗ്യമാണ് എന്ന് തങ്ങൾ അവരെ വഞ്ചിച്ചു സമർത്ഥമായി. അതിൽ സാമർഥ്യം താങ്കൾക്കുണ്ട്. ആ സംസ്കൃതി നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് കള്ളന്മാരെയും കൊള്ളക്കാരെയും മറ്റു വാണിഭങ്ങൾ നടത്തുന്നവരെയും ഒക്കെ ഇന്ന് മാധ്യമ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുമ്പോൾ അവർ വണ്ടിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ടാറ്റ തരുന്നതും അഭിമാനത്തോടെ കയറുന്നതും ആ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചയാണ്. ശരിയല്ല. തെറ്റ് ചെയ്തവന് ലജ്ജയുണ്ടാവും, അറിവുണ്ടെങ്കിൽ. ശരിയല്ല. ഒരുവൻ ലജ്ജയില്ലാതെ തെറ്റ് ചെയ്യുവാനും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലജ്ജയില്ലാതെ അത് തൻ്റെ ഒരു സൗഭാഗ്യാതിരേകമാണെന്ന് കാണിക്കുവാനും കഴിയുന്നുവെങ്കിൽ ഏത് ഭാഷ കൊണ്ടാണ് അവനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് ഉചിതം. മനസ്സിലാവുന്നില്ല. അതിനു മുമ്പൊരു ഭാരതമുണ്ടായിരുന്നു, ദേവതാ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ. ചരിത്രം അല്പം പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബധ്യമാവില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ചരിത്രം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഭാരതത്തിൽ ഒരുപാട് ജാതീയവും മതപരവും വർഗപരവും വർണ്ണപരവുമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് ഭാരതം പോന്നതെന്നും ബ്രിട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പീഡനമൊക്കെ തുടരുമായിരുന്നുവെന്നും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. ചരിത്രം സമ്മതിക്കാത്ത ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നിലകൊള്ളുമ്പോഴും ഈ രാജ്യം ഭരിച്ചതിൽ അടിമ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചതിൽ നാരായണ ഗുരുദേവൻ്റെയും മറ്റും കാലഘട്ടം വന്നതിന് ശേഷമാണ് പ്രതിഷ്ഠയൊക്കെ അവർണ്ണൻ നടത്തിയതെന്നൊക്കെയാണ്. ബ്രിട്ടൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ബ്രിട്ടനാണ് ഇവിടെ മനുഷ്യനെ ജാതീയവും വർണ്ണപരവും വർഗപരവുമായി ആദ്യം വിഭജിക്കുന്നത്. ഇവിടുത്തെ ആദിമ ജനതയായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ ഇന്നും വടക്കൻ കേരളത്തിൽ മിക്കവാറും ഒട്ടേറെ തറകളുണ്ട്. അവയൊന്നും ബ്രാഹ്മണ്യത്തിൻ്റെ അല്ല. ബ്രാഹ്മണ്യം പോലും കേരളത്തിൽ എത്തുന്നത് വെളിയിൽ നിന്നാണ്, പരദേശത്തു നിന്നാണ്. ഒന്ന് കൊങ്കണ ദേശത്തു നിന്ന്, തുളു ദേശത്തു നിന്ന്. കേരളത്തിൻ്റെതായ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ മലയാളി ബ്രാഹ്മണർ, നമ്പൂതിരിമാർ തുളുദേശത്തു നിന്ന് വന്നവരാണ്, ഇവിടുത്തുകാരല്ല.
മറ്റ് ബ്രാഹ്മണർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് കുംഭകോണം മുതലായ സ്ഥലങ്ങളിൽ നിന്ന്. അവരുടെയൊക്കെ ജനിതക സ്മൃതികൾ കിടക്കുന്നത് അവിടെയാണ്. കേരളം എടുത്താൽ പോലും ഭാരതം മൊത്തമാണ് നമ്മൾ എടുത്ത് കണക്കാക്കേണ്ടത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാകാൻ കേരളമെന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇപ്പോൾ വർഷങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ഈ ദേശങ്ങളൊക്കെ തന്നെ സംസ്കാര വിനിമയം ഉണ്ടായിരുന്നുവെന്നും ഇവരൊക്കെ വന്നിരുന്നുവെന്നും പോയിരുന്നുവെന്നും ഒക്കെയുള്ളതിൻ്റെ ചരിത്രം മാത്രവുമല്ല, ജാതീയവും മതപരവുമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുമ്പോൾ ക്രിസ്തുമതത്തിനും ക്രിസ്തീയ വിശ്വാസത്തിനും വാസ്കോഡിഗാമയ്ക്ക് മുമ്പ് തന്നെ പേരുകേട്ടതായിരുന്നു കേരളം. കൂനൻകുരിശ് സത്യവും മറ്റും നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഒക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ വിഷയം മാറിപ്പോവും, ചരിത്രം പറഞ്ഞ് നേരം പോവും. നിങ്ങളെ ഒരു കാര്യമേ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ബ്രിട്ടന് മുമ്പുള്ള ഭാരതം ഈ ഉച്ചനീചത്വങ്ങളുടെ ഭാരതമായിരുന്നില്ല. അത് നിങ്ങളുടെ ചരിത്ര പണ്ഡിതന്മാരുടെ ബുദ്ധിയുടെ ഒരു അബറേഷൻ മാത്രമാണ്. അത് തെറ്റായി പഠിച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പാപപങ്കിലമായ ജീവിതമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം. സ്വന്തം പിതൃപൈതാമഹ സംപ്രാപ്തമായ വൈഭവങ്ങൾ അനുഭവിക്കുകയും അതിനെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ആ സംസ്കൃതി കൂടുതലായി നിങ്ങൾക്ക് വന്നതുകൊണ്ട്, അത് ബ്രിട്ടൻ തന്ന സംസ്കൃതി നിങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് നിങ്ങൾക്ക് കുടുംബത്തിന് അന്തഛിദ്രം തരുന്ന അയൽപക്കത്തിൽ സൗഭാഗ്യം തേടുന്നവരായി മാത്രമാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ശരിയല്ല. നിങ്ങളുടെ അശാന്തിയുടെ പലപ്പോഴുമുള്ള കാരണം ഇതുതന്നെയുമാണ്. മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൾഫൊന്നുമല്ല ഞാൻ പറഞ്ഞത്. തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയ്ക്ക് അയൽപക്കത്തെ ആളുകൾ പറയുന്നത് താൻ പറയുന്നതിനേക്കാൾ സത്യമാവുക, തനിക്ക് തൻ്റെ ഭാര്യയും മക്കളും വന്ന് പറയുന്ന സത്യത്തേക്കാൾ വിലയുള്ളതാവുക അയൽപക്കക്കാരൻ വന്ന് പറയുന്നത്. തൻ്റെ അമ്മയ്ക്കും അച്ഛനും അവരുടെ പിതൃപൈതാമഹ സംപ്രാപ്തമായ അറിവിൽ വിശ്വാസമില്ലാതെ മറ്റുള്ളവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുക. നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ നേടിയത് ഈ സംസ്കൃതി മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. ഞാൻ പറഞ്ഞത് നേരെയാണ്, മുഖത്ത് നോക്കിയാണ്. ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ അല്പം പോലും ഭാരതീയ സംസ്കാരം ഇല്ലെന്നാണ് പറഞ്ഞത്. തെറ്റാണെന്ന് ഒറ്റ വാക്കേ വേണ്ടൂ ഞാൻ പറഞ്ഞത്. ആലോചിക്കുക പോലും വേണ്ട. സ്വാമി പറഞ്ഞത് തെറ്റാണ്, എൻ്റെ ഇതുവരെയുള്ള അറിവ് വെച്ച് സ്വാമിജി പറഞ്ഞത് തെറ്റാണ് എന്നൊരൊറ്റ വാക്കേ വേണ്ടൂ. സമ്മതിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. കൈവച്ച് പറയണം. ഞാൻ താരതമ്യപ്പെടുത്തുന്നതുമല്ല പറഞ്ഞത്. ഒരു തീരുമാനമെടുക്കുന്നതിന് പോലും അനുഭവ സമ്പത്തുള്ള തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളെ നിഷേധിക്കുന്നതും അതിനപ്പുറത്തേക്ക് പോകുന്നതും യാതൊരു അനുഭവമില്ലാത്തവനെങ്കിലും അപരിചിതനായൊരു അയൽവക്കക്കാരൻ പറഞ്ഞാൽ അത് പ്രമാണമാണെന്ന് തോന്നുന്ന ഒരു സംസ്കൃതി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ്. തികച്ചും മനഃശാസ്ത്രപരമായി, തികച്ചും ജീവശാസ്ത്രപരമായി, തികച്ചും നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് പറഞ്ഞതാണ്.
നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറയാം, ശരിയാണെന്ന് തലകുലുക്കാം. ഉത്തരം താനിങ്ങനെ എല്ലാം കയറി ശരിയാന്ന് പറയാം, അവരൊന്ന് സമ്മതിക്കട്ടെ.